ലോകമെമ്പാടും ഊർജ്ജ പ്രതിസന്ധിയും പരിസ്ഥിതി മലിനീകരണവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ കരുത്തരായ ഇന്തോനേഷ്യ നടത്തുന്ന പുതിയ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ പാം ഓയിൽ ഉൽപ്പാദകരായ ഇന്തോനേഷ്യ തങ്ങളുടെ കാർഷിക സമ്പത്തിനെ ഇന്ധനമാക്കി മാറ്റാനുള്ള B50 പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. സാധാരണ നിലയിൽ 50% പാം ഓയിൽ അധിഷ്ഠിത ബയോഡീസൽ കലർത്തുന്ന ഈ വിപ്ലവകരമായ മാറ്റം കേവലം ഒരു ഊർജ്ജ നയം മാത്രമല്ല, മറിച്ച് ആഗോള വിപണിയിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഇന്തോനേഷ്യയുടെ കൃത്യമായ ഭൗമരാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. എന്നാൽ ഈ മാറ്റം ഇന്ത്യയെ പോലെയുള്ള വലിയ ഇറക്കുമതി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയുടെ മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പാം ഓയിൽ ബയോഡീസൽ എന്നും അത് എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നും നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അസംസ്കൃത പാം ഓയിലിനെ രാസപ്രക്രിയയിലൂടെ ഇന്ധനമാക്കി മാറ്റുന്ന പ്രക്രിയ ശാസ്ത്രലോകത്തിന് പുത്തരിയല്ലെങ്കിലും അതിൻ്റെ വ്യാവസായികമായ ഉപയോഗം ഇപ്പോഴാണ് അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുന്നത്. ട്രാൻസെസ്റ്ററിഫിക്കേഷൻ എന്നറിയപ്പെടുന്ന സങ്കീർണമായ പ്രക്രിയയിലൂടെയാണ് സസ്യക്കൊഴുപ്പിനെ കത്താൻ ശേഷിയുള്ള മെഥൈൽ എസ്റ്ററുകളായി മാറ്റുന്നത്. ഇതിനായി ഒരു കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ പാം ഓയിലിനെ മെഥനോളുമായി പ്രതിപ്രവർത്തിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ലഭിക്കുന്ന ബയോഡീസൽ സാധാരണ ഡീസലുമായി ഏതനുപാതത്തിലും കലർത്താൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നിലവിൽ പല രാജ്യങ്ങളും ചെറിയ തോതിൽ ജൈവ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും 50% എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ഇന്തോനേഷ്യ നീങ്ങുന്നത് ചരിത്രപരമായ ഒരു ചുവടുവയ്പ്പാണ്. ഇന്തോനേഷ്യ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാൻ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി അത് അവരുടെ ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളും ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ നേരിടുന്ന യുദ്ധ സാഹചര്യങ്ങളും കാരണം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് ഇന്തോനേഷ്യയുടെ ഖജനാവിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പ്രതിവർഷം ശതകോടിക്കണക്കിന് ഡോളറാണ് അവർ ഇന്ധന ഇറക്കുമതിക്കായി മാത്രം ചെലവഴിക്കുന്നത്. ഇതിന് പകരമായി തങ്ങളുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പാം ഓയിൽ ഉപയോഗിക്കുന്നതിലൂടെ ഏതാണ്ട് 900 കോടി ഡോളറിലധികം വിദേശ നാണ്യം ലാഭിക്കാൻ അവർക്ക് സാധിക്കും. ഇത് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ഉത്തേജനം ചെറുതൊന്നുമല്ല. രണ്ടാമതായി, അന്താരാഷ്ട്ര വിപണിയിൽ പാം ഓയിൽ നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കാനുള്ള ഒരു പ്രതിരോധം കൂടിയാണ് ഇത്. വനനശീകരണത്തിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള വിദേശ വിപണികൾ ഇന്തോനേഷ്യൻ പാം ഓയിലിന് മേൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ പ്രധാന ഉൽപ്പന്നത്തിന് വിദേശ വിപണിയിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ അത് ആഭ്യന്തരമായി തന്നെ വിനിയോഗിക്കുക എന്ന തന്ത്രപരമായ തീരുമാനമാണ് B50 പദ്ധതിക്ക് പിന്നിൽ. ഇതുവഴി പാം ഓയിൽ കർഷകർക്ക് വിപണിയിലെ വിലയിടിവിൽ നിന്ന് സംരക്ഷണം നൽകാനും വിപണിയിൽ എണ്ണയുടെ ഡിമാൻഡ് നിലനിർത്താനും ഇന്തോനേഷ്യൻ സർക്കാരിന് സാധിക്കുന്നു. പരിസ്ഥിതി സൗഹൃദമായ ഇന്ധനമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാമെന്ന തങ്ങളുടെ വാഗ്ദാനം പാലിക്കാനും ഈ പദ്ധതി അവരെ സഹായിക്കുന്നു. എന്നാൽ ഇന്തോനേഷ്യയുടെ ഈ സ്വയം പര്യാപ്തതാ നീക്കം ഇന്ത്യയുടെ നെഞ്ചിടിപ്പേറ്റുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാം ഓയിൽ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിക്കുന്ന പാചക എണ്ണ മുതൽ ബിസ്ക്കറ്റ്, സോപ്പ്, കോസ്മെറ്റിക്സ് തുടങ്ങി നിത്യജീവിതത്തിലെ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളിലും പാം ഓയിൽ ഒരു പ്രധാന ഘടകമാണ്. ഇന്ത്യയുടെ മൊത്തം പാം ഓയിൽ ഇറക്കുമതിയുടെ പകുതിയിലധികവും വരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാണ്. അവർ തങ്ങളുടെ പക്കലുള്ള എണ്ണ ഇന്ധന ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായും കയറ്റുമതി ചെയ്യുന്ന എണ്ണയുടെ അളവിൽ വലിയ കുറവുണ്ടാകും. ഡിമാൻഡ് കൂടുകയും വിതരണം കുറയുകയും ചെയ്യുന്നതോടെ ആഗോള വിപണിയിൽ പാം ഓയിൽ വില കുതിച്ചുയരാൻ ഇത് കാരണമാകും. ഇത് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ മൾട്ടി ലെയറാണ്. നേരിട്ടുള്ള ബാധ്യത എന്നത് പാചക എണ്ണയുടെ വിലക്കയറ്റമാണ്. സാധാരണക്കാരൻ്റെ ഭക്ഷണ ബജറ്റിനെ ഇത് നേരിട്ട് ബാധിക്കും. ഇതിനു പുറമെ വ്യാവസായിക മേഖലയിലും ഇതിൻ്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാകും. പാം ഓയിൽ വില വർദ്ധിക്കുമ്പോൾ സോപ്പ്, ഡിറ്റർജന്റ്, ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപ്പാദന ചെലവ് വർദ്ധിക്കും. ഫലം ഉപഭോക്താക്കളുടെ കീശ ചോരുന്ന അവസ്ഥയായി മാറും. പകരമായി മലേഷ്യയിൽ നിന്നോ തായ്ലൻഡിൽ നിന്നോ കൂടുതൽ എണ്ണ എത്തിക്കാൻ ഇന്ത്യ ശ്രമിച്ചേക്കാമെങ്കിലും ഇന്തോനേഷ്യ സൃഷ്ടിക്കുന്ന ആ വിടവ് അത്ര പെട്ടെന്ന് നികത്താനാവില്ല. മാത്രമല്ല, സൂര്യകാന്തി എണ്ണയോ സോയാബീൻ എണ്ണയോ ബദലായി ഉപയോഗിക്കുന്നത് വൻതോതിലുള്ള ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. ഇതിനൊരു മറുവശം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഈ പ്രതിസന്ധിയെ ഇന്ത്യക്ക് ഒരു സുവർണാവസരമായി മാറ്റാൻ സാധിക്കുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഭക്ഷ്യ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ ഇന്നും ഇറക്കുമതിയെയാണ് 70% ആശ്രയിക്കുന്നത്. ഇന്തോനേഷ്യയുടെ ഈ ചുവടുമാറ്റം ഇന്ത്യയെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉത്തേജകമായി പ്രവർത്തിച്ചേക്കാം. ഇന്ത്യയിലെ കർഷകർക്ക് എണ്ണക്കുരു കൃഷിയിലേക്ക് തിരിയാൻ ഈ സാഹചര്യം പ്രചോദനമാകും. ആഭ്യന്തരമായി എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് കൂടുതൽ വേഗത നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിയാൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് ആഭ്യന്തരമായി സ്വയം പര്യാപ്തത നേടുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്.
പാം ഓയിലിൻ്റെ ആരോഗ്യ വശങ്ങളെക്കുറിച്ചും പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇതിനിടയിൽ സജീവമാണ്. പാം കൃഷി വലിയ തോതിലുള്ള വനനശീകരണത്തിന് കാരണമാകുന്നുവെന്ന ആരോപണം ആഗോളതലത്തിൽ ശക്തമാണ്. എങ്കിലും കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ വിളവ് തരുന്നു എന്ന ഗുണം പാം ഓയിലിനെ മറ്റ് വിളകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ഇന്ത്യയെ പോലെയുള്ള ഒരു വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിന് താങ്ങാവുന്ന വിലയിൽ ഭക്ഷ്യ എണ്ണ ലഭ്യമാക്കുക എന്നത് സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. ഇന്തോനേഷ്യയുടെ B50 ഇന്ധന പദ്ധതി വെറുമൊരു പരീക്ഷണമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ആഗോള മാറ്റത്തിൻ്റെ സൂചനയാണ്. ഊർജത്തിനായി ഭക്ഷണത്തെ ഉപയോഗിക്കുമ്പോൾ ലോകം നേരിടാൻ പോകുന്ന പുതിയ സാമ്പത്തിക സമവാക്യങ്ങൾ ഇന്ത്യ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വരും കാലത്തെ വിപണി സുരക്ഷിതത്വം. സ്വയം പര്യാപ്തതയിലേക്കുള്ള പാതയിൽ കാർഷിക മേഖലയിലെ നൂതനമായ മാറ്റങ്ങൾ സ്വീകരിക്കാൻ നാം സന്നദ്ധരാകേണ്ടതുണ്ട്. ഇന്തോനേഷ്യയുടെ B50 ഇന്ധന പദ്ധതി വെറുമൊരു പരീക്ഷണമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ആഗോള മാറ്റത്തിൻ്റെ സൂചനയാണ്. ഊർജത്തിനായി ഭക്ഷണത്തെ ഉപയോഗിക്കുമ്പോൾ ലോകം നേരിടാൻ പോകുന്ന പുതിയ സാമ്പത്തിക സമവാക്യങ്ങൾ ഇന്ത്യ എങ്ങനെ നേരിടും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വരും കാലത്തെ വിപണി സുരക്ഷിതത്വം. സ്വയം പര്യാപ്തതയിലേക്കുള്ള പാതയിൽ കാർഷിക മേഖലയിലെ നൂതനമായ മാറ്റങ്ങൾ സ്വീകരിക്കാൻ നാം സന്നദ്ധരാകേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.